കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായിരുന്ന ആര്യങ്കാവ് പാലക്കൽ ജി വിജയകുമാർ നിര്യാതനായി. 64 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച 1 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവർ എത്തിയിരുന്നു. ആര്യങ്കാവിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു വിജയകുമാർ. ദീർഘകാലം കോൺഗ്രസ് ആര്യങ്കാവ് മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നു. സൗമ്യമായ സ്വഭാവവും സഹപ്രവർത്തകരോട് അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ആര്യങ്കാവിൽ കോൺഗ്രസ് പാർട്ടിക്കും വ്യക്തിപരമായും വിജയകുമാറിൻ്റെ വേർപാട് നികത്താനാകാത്ത നഷ്ടമാണെന്നും സഹപ്രവർത്തകർ പറഞ്ഞു. ജയകുമാരിയാണ് ഭാര്യ. സൂരജ്, സുരജ എന്നിവർ മക്കളാണ്. ബോർഡർ ന്യൂസ്, ആര്യങ്കാവ്. വിജയകുമാറിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും നല്ല സുന്ദരമായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ സുവർണ്ണകാലമായിരുന്നു. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിച്ച് തിരുത്തേണ്ട തിരുത്തലുകൾ വരുത്തി എല്ലാവരെയും നല്ല രീതിയിൽ ഒരു കറകളഞ്ഞ കാപട്യമില്ലാത്ത ഒരു സ്നേഹമുള്ള ഒരു വലിയൊരു നേതാവും സുഹൃത്തും സഹോദരനും ഒക്കെ ആയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വ്യക്തിപരമായ ബന്ധങ്ങളും അദ്ദേഹമായിട്ടുണ്ട്. പ്രായത്തിൽ മുതിർന്ന ആളാണെങ്കിൽ പോലും എല്ലാ കാലഘട്ടത്തിലും ഞങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കാനും ഞങ്ങളെല്ലാം കൂടെ നിർത്താനും തെറ്റുകളുണ്ട് തെറ്റുകൾ പറയാനും എല്ലാം അദ്ദേഹം താല്പര്യം കാണിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ കാലത്ത് നമ്മുടെ ഈ പ്രദേശത്ത് പാർട്ടിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, ഒരു അടിത്തറ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ആരോടും, നേതാക്കന്മാരോടായാലും പ്രവർത്തകരോടായാലും മുഖം നോക്കാതെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം വലിയ വിമർശനങ്ങളൊക്കെ പലതും നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും നെഞ്ചു വിരിച്ച് നേരെ നിന്ന് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ നാട്ടിൽ മറ്റ് യാതൊരു വേർതിരിവുമില്ലാതെ ഒരു പുരോഗമന ചിന്താഗതിയുള്ളൊരു വ്യക്തിയായിരുന്നു. വളരെയധികം പുരോഗമനം. ചെറുപ്പക്കാരിൽ എന്ത് നല്ല കാര്യങ്ങൾ കണ്ടാലും അവരുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ അതിനെല്ലാം നല്ല പ്രോത്സാഹനവും അതിനെല്ലാം എടുത്തു പറഞ്ഞ് അഭിനന്ദിച്ച് നല്ല അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയും. അദ്ദേഹം ഈ പ്രദേശത്ത് പലവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ആര്യങ്കാവ് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ ജൂബിലി 2007 രജത ജൂബിലി ആഘോഷിച്ച സമയത്ത് അദ്ദേഹമായിരുന്നു അവിടുത്തെ PTA പ്രസിഡന്റ്. ആ ഒരു കാലഘട്ടത്തിലെല്ലാം ഞങ്ങൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ അദ്ദേഹമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുവാനും വലിയൊരു താല്പര്യം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ജാതിമത ചിന്തകൾക്കും മറ്റ് രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി എല്ലാവരോടും നല്ല സ്നേഹത്തിൽ, ഒരു താല്പര്യത്തിൽ, എല്ലാവരുടെയും നന്മ കാക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണ സത്യത്തിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഒരു വിഷമമാണ്, ഒരു ദുഃഖമാണ് ഈ നാട്ടിലെല്ലാവർക്കും വരുത്തിയിട്ടുള്ളത്. ഈ ഇവിടെ പങ്കെടുത്ത പുരുഷാരത്തിൻ്റെ എല്ലാവരെയും നിറഞ്ഞ് കവിയുന്ന കണ്ണുകളുമായിട്ടാണ് ഇവിടെ എല്ലാവരും പങ്കെടുത്തത്. കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ഈ നാട്ടിലെ ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരും എല്ലാ ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണം എന്തുകൊണ്ടും ഞങ്ങൾക്ക് വ്യക്തിപരമായും ഈ നാടിനും വലിയൊരു നഷ്ടമാണ് എന്നാണ് പറയാനുള്ളത്. അജയ ഒരു